അവിടെ പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്, സൂര്യതാപം ഏൽക്കാതെ സൂക്ഷിക്കണമെന്ന്. ബോർഡ് വെച്ചിട്ട് കാര്യമുണ്ടോ? തൊഴാൻ വരുന്ന ആൾക്കാർ പിന്നെ എങ്ങോട്ട് പോകും ഈ റോഡിലല്ലാതെ? തീർച്ചയായിട്ടും പരിഹരിക്കേണ്ടതല്ലേ അത്? അതെ. ഇപ്പം തന്നെ ഒരു വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞു. വെർച്വൽ ക്യൂ എന്ത് കാര്യമാണ് വെർച്വൽ ക്യൂ? ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ വരുന്ന പല ആൾക്കാരും ഈ തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും കുഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഇത് ഈ അപ്പോ അരവണയും 18-ാം പടി പോലും കാണാതെ എവിടെയോ ഉണ്ടാക്കുന്നൊരു ഫാക്ടറി ഉൽപ്പന്നം മാത്രമാണ്. അപ്പോൾ അതങ്ങനെ പ്രസാദമാകും? പെണ്ണുങ്ങൾ അവിടെ കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞത്, പോകാൻ താല്പര്യമുള്ളവർ വന്നാൽ തടയണ്ട എന്നുള്ളതാണ് പറഞ്ഞത് വിധിയിൽ. അല്ലാതെ ചാക്കി കെട്ടി അവിടെ കൊണ്ടുപോകാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മഹാകുംഭമേള വലിയ വാർത്തയാവുകയുണ്ടായി. കേരളത്തിൽ നിന്ന് പക്ഷേ കൂടുതലും മഹാകുംഭമേളയെ പരിഹസിക്കുന്നതും ഒപ്പം തന്നെ വിമർശിക്കുന്നതുമായിട്ടുള്ള വാർത്തകളും വിശകലനങ്ങളുമൊക്കെയാണ് കൂടുതലായി വന്നത്. ഇപ്പോൾ കേരളത്തിൽ ആറ്റുകാൽ പൊങ്കാല നടക്കാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചൊരു ചോദ്യമുണ്ട്. മഹാകുംഭമേളയെ പരിഹസിച്ചവർ കേരളത്തിലെ ആറ്റുകാൽ പൊങ്കാലയ്ക്കും അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടനത്തിനുമൊക്കെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ എത്രത്തോളം മികച്ചതാണ് എന്ന്. ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി നമ്മോടൊപ്പം ചേരുന്നു ചലച്ചിത്രകാരനും ഒപ്പം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ വിജി തമ്പി. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ വിഷയത്തിൽ അങ്ങ് മഹാകുംഭമേളയിൽ പോയ ആളാണ്. ഇവിടെ ആറ്റുകാൽ പൊങ്കാല, ഇന്നിപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വലിയ ജനപങ്കാളിത്തമുണ്ട്. അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടന സമയത്ത് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ഈ സൗകര്യങ്ങളെ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് രണ്ട് സ്ഥലത്തും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശബരിമല ഒരു മണ്ഡലകാലത്ത് മൊത്തം വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു ദിവസം കുംഭമേളയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 66 കോടി ജനങ്ങളാണ് കുംഭമേളയിൽ ഈ 45 ദിവസം കൊണ്ട് അവിടെ വന്ന് സ്നാനം ചെയ്ത് മറ്റു കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോയത്. അത് പറയുമ്പോൾ ഏകദേശം ഭാരതത്തിൻ്റെ ജനസംഖ്യയുടെ 1/3 അവിടെ എത്തിയെന്ന് പറയാം. ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിൻ്റെ പുറത്ത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും എത്രയോ പ്രസിദ്ധരായ വ്യക്തികൾ അവിടെ എത്തി. അതിപ്പോൾ നമ്മൾ പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുത്താലോ മനസ്സിലാവില്ല. അത് അവിടെ പോയി അനുഭവിക്കണം. UP മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥിനെ കൊണ്ട് മാത്രമേ ഇതിത്ര കൃത്യമായി നടത്താൻ കഴിയുള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ എത്രയോ വർഷമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനിങ് ആണ് നടപ്പാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഗംഗയുടെ കുറുകെ ഏകദേശം 41 താൽക്കാലിക പാലങ്ങൾ. വാഹനങ്ങൾക്ക് പോകാം, ആൾക്കാർക്ക് പോകാം, എല്ലാ സൗകര്യമുണ്ട്. സ്നാനത്തിന് എത്തിയവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇത്രയും ആൾക്കാർ സ്നാനം ഇവിടുന്ന് വെള്ളം മോശമാണ്. അപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോയാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രസിദ്ധമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തി അവിടെ പോയിട്ട് വെള്ളം കുടിച്ച് കാണിച്ചു. കുളിക്കാൻ മാത്രമല്ല, ഇത് കുടിച്ചാലും കുഴപ്പമില്ല, അത്ര ശുദ്ധമായ വെള്ളമാണ്. പരാതി പറയും. പിന്നെ ഞാൻ ഇവിടെ അവിടെ ഇത്രയും ആൾക്കാർ വന്നു പോകുന്നു, ഒരു ഫൗൾ സ്മെല്ലോ ഒന്നും ഒരു സ്ഥലത്തുമില്ല. അത്രത്തോളം അവർ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശൗചാലയങ്ങൾ എവിടെ നോക്കിയാലും അതിനുള്ള സൗകര്യങ്ങൾ, അതെല്ലാം കൃത്യമായ രീതിയിൽ അതിൻ്റെ ഔട്ട്ലെറ്റ് എല്ലാം അവിടെ എങ്ങും വരാത്ത രീതിയിൽ എല്ലാം അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒറ്റ പൈസ പോലും പാർക്കിംഗ് ചാർജ് വാങ്ങിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ആറ്റുകാൽ പൊങ്കാലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സംവിധാനം എത്രത്തോളം പര്യാപ്തമാണ്, പൂർണ്ണമാണ്? സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ആറ്റുകാൽ പോയിരുന്നു, ദേവിയെ തൊഴാൻ വേണ്ടി പോയി. സങ്കടം തോന്നുന്ന അവസ്ഥയാണ് അവിടെ. കാര്യം, ആ ക്ഷേത്രത്തിന് വലിയ കോമ്പൗണ്ടൊക്കെ ഉണ്ട്, അറിയാമല്ലോ, പാർക്കിംഗ് ഗ്രൗണ്ട് എല്ലാം ഉണ്ട്. അവിടെ 2 സൈഡിലുള്ള വഴികൾ ചെറുതാണ്. ആ വഴികളിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു 1 വേ സിസ്റ്റത്തിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ, അതായത് ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തൂടെ ആൾക്കാർ വന്ന് ബാക്കിലൂടെ വന്ന് വലതുവശത്തൂടെ പുറത്തു പോകുന്ന സിസ്റ്റമായിരുന്നെങ്കിൽ, ഇത് തമ്മിൽ ഇടിച്ചിട്ട് എനിക്ക് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതായത് അങ്ങോട്ട് പോകുന്ന ആൾക്കാർ ഇങ്ങോട്ട് പോകുന്ന ആൾക്കാർ ഇടിയോടിടി. ആ പടിഞ്ഞാറ് നട എന്ന് പറയുന്ന ഒരു ചെറിയൊരു എൻട്രി ഉണ്ട് അവിടെ. ഈ പൂജാരിമാരും മറ്റുള്ളവരും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പോകുന്നതാണ്. അതിൻ്റെ മുമ്പ് ഇന്ന് ഇടിച്ച് തള്ളിയിട്ട് ആൾക്കാരെല്ലാം കൂടെ ഇടിച്ച് ഡോറ് തുറന്നു. പോലീസുകാരെയൊക്കെ തള്ളി മാറ്റി 1-2 പേര് പുറത്ത് വീഴുകയൊക്കെ ചെയ്തു. ഞാൻ ഇത് അശാസ്ത്രീയമായി എന്തിനത് ചെയ്യുന്നു? ഇങ്ങനെ എന്തിനു വേണ്ടി ചെയ്യുന്നു? കൃത്യമായി ഇത് ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് ഒരു റൗണ്ടായിട്ട് നടത്തി വിട്ട് ഒരു 1 വേ സിസ്റ്റം കൊണ്ടുവരിക. ഇത് പോരാഞ്ഞിട്ട് ഇതിനിടയിൽ കൂടെ ഒരു 10 പോലീസ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാ പോലീസ് വണ്ടികളോടെ വരുന്നത്? പോലീസ് വണ്ടി ഒന്ന് മെയിൻ റോഡിൽ വരണം,
അല്ലെങ്കിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വരണം. അതുവരെ നടന്നു പോയിക്കൂടെ? എത്ര വലിയ കൊമ്പത്തെ ഉദ്യോഗസ്ഥനായാലും നടന്നു പോകണം. അതിനകത്ത് വണ്ടി കൊണ്ടുവരുന്നത് ഇത്രയും ആൾക്കാർ തിക്കി തിരക്കുന്നതിനിടയിൽ പോലീസ് വണ്ടി, മറ്റു വണ്ടികൾ, ഈ വാഹനങ്ങളെല്ലാം മെയിൻ റോഡിൽ വന്നിട്ട് ആ രീതിയിൽ പോക്കറ്റ് റോഡ് വഴി കയറ്റണം. അല്ലാതെ ഈ ക്ഷേത്രത്തിനടുത്തൂടെ ഇങ്ങനെ പോകരുത്. പിന്നെ മാത്രമല്ല, ഞാൻ ഇപ്പോൾ അവിടെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഒരു സ്ത്രീ വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സാർ വെള്ളം കിട്ടാൻ നിർത്തിയില്ല, കുടിവെള്ളമില്ല. ഇന്നലെ തൊട്ടേ ആൾക്കാർ വന്ന് അടുപ്പം കൂട്ടി അവിടെ ആ ഗ്രൗണ്ടിലെല്ലാം ഇരിക്കുകയാണ്. ഇവർ എണീറ്റ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സാധനങ്ങളൊക്കെ പോകരുടെ ഒറ്റയ്ക്കൊക്കെ ഉള്ളൂ, സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ. പലപ്പോഴും ഒറ്റയ്ക്കാണ് പലരും വന്നിട്ടുള്ളത്. എത്രയോ ദൂരെ നിന്ന് വന്നത്, കാസർഗോഡ് നിന്ന് വന്ന സ്ത്രീയാണ് എൻ്റെ അടുത്ത് തോന്നുന്നത് സാർ. അപ്പോൾ പക്ഷേ കുടിവെള്ളം കൊടുക്കാനുള്ള സൗകര്യം ഇപ്പം ഞാൻ അപ്പം തന്നെ നമ്മുടെ സംഘടനയുടെ ആൾക്കാരോട് ഉണ്ടായിരുന്നു, അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അനുവാദമില്ല, ഇരിക്കുന്ന സ്ഥലത്ത് കുടിവെള്ളം കൊടുക്കാൻ അനുവാദമില്ല. അപ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാൾ അതെല്ലാം അവിടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് അവർ വെള്ളം എടുക്കാൻ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ സാധനം കിട്ടുമെന്ന് എന്താ ഉറപ്പ്? ശരിയാണ്. അപ്പം ഞങ്ങളെല്ലാം തയ്യാറാണ്, ഇരിക്കുന്നവർക്കെല്ലാം കുടിവെള്ളം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ അത് അനുവദിക്കുന്നില്ല. അപ്പം അതുപോലെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എല്ലാ പ്രാവശ്യവും കൃത്യമായിട്ട് ഈ വർഷം തന്നെ അറിയാം അടുത്ത വർഷം എന്നാണ് പൊങ്കാലെന്ന് അറിയാമല്ലോ. അല്ല ചുമ്മാ പൊട്ടിപ്പുറപ്പെടുന്നതല്ലല്ലോ പൊങ്കാല. അപ്പം അതിന് കുറച്ച് നാൾ മുമ്പ് പ്ലാനിങ് തുടങ്ങണം. അതുപോലെ തന്നെ ആൾക്കാർക്ക് നിൽക്കാനുള്ള ഇപ്പം ഗ്രൗണ്ട് കംപ്ലീറ്റ് പന്തലിട്ട് കൊടുക്കണം. ഈ വെയിലത്ത് പൊരി വെയിലത്ത് ഏറ്റവും വെയിലുള്ള സമയമാണ്, ഏറ്റവും ചൂട് കൂടിയ സമയം. അവിടെ പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട് സൂര്യതാപം ഏൽക്കാതെ സൂക്ഷിക്കണമെന്ന്. ബോർഡ് വെച്ചിട്ട് കാര്യമുണ്ടോ? തൊഴാൻ വരുന്ന ആൾക്കാർ പിന്നെ എങ്ങോട്ട് പോകും ഈ റോഡിലല്ലാതെ? അപ്പം അത് മൊത്തം പന്തലിട്ട് കൊടുക്കാമല്ലോ. പന്തലിട്ട് ആൾക്കാർക്ക് ആ പന്തലിൽ ക്യൂ സിസ്റ്റം ആക്കി കൃത്യമായി ആ പന്തലിൽ അവിടെ വെള്ളം കൊടുത്ത് പ്രായമുള്ളവർക്ക് ഇരിക്കാനുള്ള സൗകര്യം കൊടുത്ത് ഇതൊക്കെ ചെയ്യാമല്ലോ. അതിനുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ. ശരിയാണ്. അപ്പം ഇത് പ്ലാനിങ്ങിൻ്റെ ഉറപ്പാണ്. പ്ലാനിങ് മനഃപൂർവ്വമാണത്. കാര്യം ഈ പറഞ്ഞ പോലീസുകാരായാലും ശരി, മറ്റേ കോർപ്പറേഷൻ ആളായാലും ശരി, പല ആൾക്കാരും ഇതിനെ മനഃപൂർവ്വം ചെയ്യുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അതിനുള്ള അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം എത്രയോ സ്ഥലത്ത് സ്ത്രീകളാണ് വരുന്നത്, പുരുഷന്മാർ പോലും അല്ല. ആർക്കറിയാം, പുരുഷന്മാർ പോലെ അല്ല, അവരല്ല, സ്ത്രീകൾക്ക് അവർക്ക് ഈ വെള്ളം കൊടുക്കണം, ഭക്ഷണം കിട്ടണം. പലപ്പോഴും ഒറ്റയ്ക്കേ ഉള്ളൂ, കാരണം അവരോട് വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവർ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, അവർ പേഴ്സും ചിലപ്പം ബാഗും ഡ്രസ്സും ഒക്കെ ഉണ്ടാവും. കാര്യം 1-2 ദിവസം മുമ്പൊക്കെ വരുന്നവരാണേ. ശരിയാണ്. അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാനോ അല്ല, അവർക്ക് ഭക്ഷണ പാക്കറ്റുകൾ അവിടെ തന്നെ വിതരണം ചെയ്യാം. ഇത് എവിടെയൊക്കെയോ അന്നദാനമുണ്ട്, അവരെങ്ങനെ ഇതെല്ലായിടത്തും അങ്ങോട്ട് പോകും? പലരും പട്ടിണി ഇരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുക, കൂടുതലൊന്നും വേണ്ട. എന്തെങ്കിലും ചോറ് അല്ലെങ്കിൽ ഒരു ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ മറ്റേ കട്ട് റൈസോ എന്തെങ്കിലും സാധനം കൊടുത്താൽ പോരെ. ഒരു പാക്കറ്റ് കൊടുത്താൽ അവരവിടെ നിന്ന് കഴിച്ചിട്ട് അത് വേസ്റ്റ് ഇടാൻ വേണ്ടി വേസ്റ്റിന് അടുത്ത പുറകെ ആൾ വരണം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് മൊത്തം കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ വേസ്റ്റ് അവിടെ കിടക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെന്ത് സന്തോഷമാവും? തീർച്ചയായിട്ടും. ഇത് ചെയ്യാൻ പറ്റുന്ന സന്നദ്ധ സംഘടനകളില്ല ഇവിടെ. ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരുണ്ട്. ചെയ്യാൻ അനുവദിച്ചാൽ മതി. അനുവദിക്കില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇവിടെ ശബരിമലയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫീസാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. ബസ്സിന് കൂടുതൽ ഫീസാണ്, പാർക്കിംഗ് ഫീസ് ഉള്ളത്. നിലയ്ക്കൽ നിന്നും പമ്പയിലേക്കുള്ള സർവീസിന് കൂടുതൽ നിരക്കാണ് ഈടാക്കുന്നത്. ഒപ്പം തന്നെ അവിടുത്തെ ശൗചാലയ സംവിധാനത്തെക്കുറിച്ചൊക്കെ പരാതി പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. തീർത്ഥാടകർ മടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിൽ ഒരു മണ്ഡലകാലത്ത് എത്തുന്ന ആൾക്കാരാണ് കുംഭമേളയിൽ ഒരു ദിവസം എത്തുന്നത്. ഈ മണ്ഡലകാലത്ത് വരുന്ന ശബരിമലയിലെ തീർത്ഥാടകരിൽ ഒരു 90% പരാതി പറഞ്ഞിട്ട് പോകുന്നവരാണ്. എന്തെങ്കിലും പരാതി, ഒന്നുകിൽ പാർക്കിംഗ്, ഇല്ലെങ്കിൽ അവർക്ക് വരി നിന്ന് വാങ്ങുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടിയില്ല എന്നുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നല്ല താമസ സൗകര്യം കിട്ടിയില്ല എന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കൃത്യമായി ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ബുദ്ധിമുട്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ശബരിമലയിൽ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ട് അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല? തീർച്ചയായിട്ടും പരിഹരിക്കേണ്ടതല്ലേ അത്? ഇപ്പം തന്നെ ഒരു വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞു. വെർച്വൽ ക്യൂ എന്ത് കാര്യമാണ്? വെർച്വൽ ക്യൂ ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ വരുന്ന പല ആൾക്കാരും ഈ തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും കുഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് എന്താണ് വെർച്വൽ ക്യൂ എന്നോ കമ്പ്യൂട്ടർ എന്താണെന്നോ അവർക്ക് എങ്ങനെയകത്ത് രജിസ്റ്റർ ചെയ്യണമെന്നോ അവർക്കറിയില്ല. അവർ ഭഗവാനെ കാണാൻ വേണ്ടി 41 ദിവസം കഠിന വ്രതം എടുത്ത് കെട്ടുമുറുക്കി ഇവിടെ എത്തുന്നവരാണ്. അപ്പോൾ ഇവിടെ വന്ന് വെർച്വൽ ക്യൂ അങ്ങനെ. പിന്നെ അത് ഞങ്ങളെ പോലുള്ളൊരു ഹൈന്ദവ സംഘടനകൾ ശക്തമായി ഇടപെട്ടതിനെ തുടർന്നാണ് സ്പോട്ട് ബുക്കിംഗ് കൊടുത്തത്. ഈ സ്പോട്ട് ബുക്കിംഗ് പോലും അവർക്കറിയില്ല. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാലത്തിന് മുമ്പ് ശബരിമലയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആൾക്കാർ സുഖമായിട്ടും തൊഴിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പൊ അനാവശ്യമായ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് പോലും പലപ്പോഴും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് ശബരിമലയിലെ കാര്യത്തിൽ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ശബരിമലയിൽ ചെയ്യേണ്ടത് എന്താണ്? അവിടുത്തെ ദേവസ്വം ബോർഡ് ഭക്തജനങ്ങൾക്ക് സൗജന്യമായ ഭക്ഷണം കൊടുക്കണം. പക്ഷെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല.
പക്ഷെ അത് വളരെ തുലവും കുറവാണ്. ഒരിക്കലും അത് പോരാ. കാര്യം പല സംഘടനകളും പണ്ട് അവിടെ അന്നദാനം നടത്തിയിരുന്നു. അയ്യപ്പ സേവാ സംഘം നടത്തിയിരുന്നു, വിശ്വന്ത പരിഷത്ത് നടത്തിയിരുന്നു, കുടിവെള്ള വിതരണം നടത്തിയിരുന്നു. ഇതെല്ലാം നിർത്തലാക്കി എന്നിട്ട് ഇവർ കൊടുക്കുന്നുണ്ടോ? എന്നിട്ട് വലിയ വിലയ്ക്ക് ലേലത്തിന് കൊടുക്കുക, എന്നിട്ട് അവര് ഭക്തജനങ്ങളെ കൊള്ളയടിക്കുക. ഇതാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദേവസ്വം ബോർഡിന്റെ കാര്യം എടുക്കൂ. ദേവസ്വം ബോർഡ് ചെയ്യുന്നത് എന്താണ്? ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് അവരുടെ പണത്തിൽ മാത്രമാണ് അവരുടെ കണ്ണ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ പ്രസാദം എന്ന് പറഞ്ഞു കൊടുക്കുന്ന അപ്പോ അരവണി, അത് പ്രസാദമാണോ? ഒരിക്കലും അതിനെ പ്രസാദം എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രസാദം എന്താണ്? ഭഗവാന് നേദിക്കുന്നതാണ് പ്രസാദം, ഭഗവാന് നേദിച്ചതാണ് പ്രസാദം. ഇത് ഈ അപ്പോ അരവണയും 18-ാം പിടി പോലും കാണാതെ എവിടെയോ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉൽപ്പന്നം മാത്രമാണ്. അപ്പൊ അതങ്ങനെ പ്രസാദമാകും? അപ്പൊ ഇതുപോലുള്ള രീതിയിൽ ഈ ഭക്തജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വനം വകുപ്പിൽ നിന്ന് എത്രയോ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് പാർക്കിങ്ങിന് വേണ്ടി. പക്ഷെ എന്ത് ചെയ്യാം? ഈ നമ്മുടെ കേരള ട്രാൻസ്പോർട്ടിനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ബാധ്യത കുറയ്ക്കാൻ വേണ്ടി അയ്യപ്പ ഭക്തന്മാരെ തലയിൽ കെട്ടിവെക്കുകയാണ്. നിലയ്ക്കൽ വന്ന് പാർക്ക് ചെയ്യണം, പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ബസ്സിൽ കുത്തി നിറയ്ക്കുക, ഓവർ ചാർജ് വാങ്ങിക്കുക. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ചെയ്യേണ്ടിയിരുന്നത് ദേവസ്വം ബോർഡ് സൗജന്യമായിട്ട് വാഹനങ്ങൾ അറേഞ്ച് ചെയ്യണം. നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്കും പമ്പയിൽ നിന്ന് തിരിച്ച് നിലയ്ക്കലേക്കും സൗജന്യമായി വാഹനങ്ങൾ അറേഞ്ച് ചെയ്യണം. വിശ്വന്ത പരിഷത്ത് സൗജന്യമായ രീതിയിൽ അയ്യപ്പ ഭക്തരെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ എത്തിക്കാമെന്നും പമ്പയിൽ തിരിച്ചെത്തിക്കാമെന്നും ദേവസ്വം ബോർഡിനോട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അനുവദിച്ചില്ല. ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ നിന്ന് അത് തള്ളിപ്പോയി. ഇപ്പൊ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് കൃത്യമായ വിധി വന്നാൽ, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അടുത്ത മണ്ഡലകാലത്ത് വിശ്വന്ത പരിഷത്തിന്റെ നേതൃത്വത്തിൽ, വിശ്വന്ത പരിഷത്ത് മാത്രമല്ല എല്ലാ ഹൈന്ദവ സംഘടനകളും എല്ലാ സന്നദ്ധ സംഘടനകളും ചേർന്ന് നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്കും പമ്പയിൽ നിന്ന് തിരിച്ച് നിലയ്ക്കലേക്കും വാഹന സൗകര്യം അറേഞ്ച് ചെയ്യും. പക്ഷെ ഇത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതല്ലേ? എത്രയോ കോടിക്കണക്കിന് രൂപയല്ലേ അവിടെ വരുമാനം വരുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഇത് ഭക്തരുടെ സൗകര്യം, ഭക്തർക്ക് വേണ്ടി ഉപയോഗിക്കണ്ടേ? ക്ഷേത്രത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ചെയ്യണ്ടേ? ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യണ്ടേ? ഇതെന്താ ചെയ്യുന്നത്? പിന്നെ അവിടെ ഞാൻ ചോദിക്കട്ടെ, അവിടെ വരുന്ന ഭക്തർക്ക്, ശബരിമല വരുന്ന അവർ വന്ന് തൊഴുത് ഒരു രാത്രി ഒന്ന് കിടന്നിട്ട് പോവാണ്. അവിടെ പല പല ഗസ്റ്റ് ഹൗസുകളുണ്ട്. ശബരി എന്ന് പറഞ്ഞ് എന്ത് കഴുത്തറത്ത് വാങ്ങിക്കാണ് പൈസ. 2500 രൂപ 3000 രൂപയാണ് റൂമിന് ചാർജ് ചെയ്യുന്നത്. തെറ്റല്ലേ അത്? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പണ്ട് എങ്ങനെയായിരുന്നു? പണ്ട് വിരിവെച്ച് കിടക്കുകയായിരുന്നു. ആ വിരിവെക്കാനുള്ള സൗകര്യം കൊടുക്കണം. അയ്യപ്പ ഭക്തർ വന്നാൽ അവർക്ക് വിരിവെക്കാനുള്ള സൗകര്യം കൊടുക്കണം, ദർശന സൗകര്യം കൊടുക്കണം, ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടാക്കണം. ഇവിടെ പലരും പണ്ട് നമ്മുടെ ചെങ്കോട്ടുകോണം മഠാധിപതിയായിരുന്ന സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി കൊടുത്തിരുന്നു. അവിടെ പുണ്യം പൂങ്കാവനം എന്ന് വെച്ചാണ് ആ പദ്ധതിയുടെ പേര്. അതിനുവേണ്ടി കൃത്യമായ ഒരു ഹരിവരാസനം പദ്ധതി കൃത്യമായി അവർ എങ്ങനെ ചെയ്യണം അതൊക്കെ ചുവറ്റുകൂട്ടിയെ കളഞ്ഞു വരും. അതിനുശേഷം വീണ്ടും ഒരു കമ്മിറ്റിയെ വെച്ച് ആ കമ്മിറ്റിയും കൊടുത്തു, അതും നടപ്പിലാക്കുന്നില്ല. അശാസ്ത്രീയമായ കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറി ഭക്തജനങ്ങൾക്കുള്ള സൗകര്യം ഒരുക്കണം. ഞാൻ ചോദിക്കട്ടെ, മണ്ഡലകാലം ആകുമ്പോൾ അതിന്റെ ഒരാഴ്ച മുമ്പാണ് അവിടെ അറേഞ്ച്മെന്റ്സ് തുടങ്ങുന്നത്. എന്തിനാ ഒരു മാസം മുമ്പ് ചെയ്താൽ എന്താ? ചെയ്തെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയാക്കണ്ടേ? അവിടുത്തെ സമിതിയെ മാറ്റി നിയോഗിച്ചത് കഴിഞ്ഞ പ്രാവശ്യം തലേ ദിവസമാണ്, സീസൺ തുടങ്ങുന്നത് തൊട്ട് തലേ ദിവസമാണ് മാറി വന്നത്. അപ്പം ഇവർക്ക് 2 സീസൺ കിട്ടും. പക്ഷേ ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് 6 മാസം മുമ്പെങ്കിലും ആ ഒരു സമിതി ചുമതല ഏൽക്കേണ്ടത് തന്നെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും വേണം. അതുപോലെ മാത്രമല്ല, കാലങ്ങളായിട്ട് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? ശബരിമലയിലെ മണ്ഡലകാലത്താണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരോട് എത്തുന്നത്. ഈ മണ്ഡലകാലത്താണ് പുതിയ മേൽശാന്തി നിയമിക്കുന്നത്. അതെ, തുലാം 1-ാം തീയതി നറുക്കെടുത്തു കഴിഞ്ഞാൽ വൃശ്ചിക 1-ാം തീയതിയാണ് പുതിയ മേൽശാന്തി ചുമതലയേൽക്കുന്നത്. ഈ പുതിയ മേൽശാന്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രയോ ക്ഷേത്രങ്ങളിൽ ഇരുന്ന ആളാണെങ്കിലും ആ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ശബരിമലയിലെ അവസ്ഥ. അദ്ദേഹത്തിന് എങ്ങനെയായാലും ഒരു 2 ആഴ്ചത്തേക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഒരു പൂർണ്ണമായ പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങൾ പിടികിട്ടത്തില്ല. അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തുലാം 1-ാം തീയതി തന്നെ നിയമിക്കണം, അല്ലെങ്കിൽ ചിങ്ങം 1-ാം തീയതി ആക്കണം. തന്ത്രി മാറുന്ന ചിങ്ങം 1-നാണ് ശബരിമലയിൽ. തന്ത്രി മാറിയപ്പോ 3 കുടുംബത്തിനാണ്. അപ്പൊ ഒരു കുടുംബത്തിൽ ഇപ്പൊ അന്യം നിന്ന് പോയതുകൊണ്ട് 2 കുടുംബത്തിലേക്കായി. ആ ഒരു കുടുംബം 2 കുടുംബം മാറിയാണ് തന്ത്രം അവിടെ ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും താഴെമണി തന്നെയാണ്. പക്ഷെ അതുപോലെ മേൽശാന്തി നിയമനവും ചിങ്ങം 1-ാം തീയതി ആക്കണം. അപ്പം ആ ചിങ്ങമാസത്തെ പൂജ, കന്നിമാസത്തെ പൂജ, തുലാമാസത്തെ പൂജ, ഈ 3 പൂജകൾ കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ശബരിമലയെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവും. അപ്പൊ വൃശ്ചിക മാസത്തിൽ പ്രശ്നമില്ല. ഇതുബന്ധിച്ച് പുതിയ മേൽശാന്തി വരും. ഈ മേൽശാന്തിയെ നിയന്ത്രിക്കാൻ അവിടെ മറ്റ് ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ഗ്രൂപ്പിൽ അവരുടെ ഒരു സമ്മർദ്ദത്തിൽ മേൽശാന്തി പെട്ടുപോവാണ്. അത് മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഭക്തിയെ ഭയപ്പെടുന്നുണ്ടോ ആരെങ്കിലും? അങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന ഭക്തരുടെ എണ്ണം കൂടുന്നുണ്ട്,
മഹാകുംഭമേളയെ തന്നെ ലോകശ്രദ്ധ പിടിച്ചു പറ്റി അത്തരത്തിലൊരു സംഭവം തന്നെ മഹാസംഭവം തന്നെ നടക്കുന്നു. കേരളത്തിലും പല ക്ഷേത്രങ്ങളിലേക്കും ഇപ്പോൾ എത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ ഭക്തി കൂടുന്നത് ആരെയെങ്കിലും അസ്വസ്ഥമാക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കുംഭമേളയിൽ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. സെക്ടർ 18 എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സെക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു തമിഴ്നാടിൻ്റെ അവരുടെ സെക്ടർ ഉണ്ടായിരുന്നു. വലിയൊരു ക്ഷേത്രത്തിൻ്റെ മാതൃകയാണ് അവരതിൻ്റെ വാതിൽപ്പടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ കേരളത്തിന് എന്തുകൊണ്ട് ഒരു പ്രാതിനിധ്യം ഉണ്ടായില്ല? ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോ അവിടെ സന്ദർശിക്കേണ്ടതല്ലേ? എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നതെന്ന്? അപ്പോൾ എന്തുകൊണ്ട് പോയില്ല? അപ്പം ഇവിടെ എങ്ങനെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഭക്തിയെ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്തിയല്ല പ്രശ്നം. കാര്യം ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ആധ്യാത്മികതയിലൂടെ നവകേരള സൃഷ്ടി. ഇവിടെ ഹിന്ദുക്കൾ ഒന്നിച്ചു നിൽക്കുന്ന ഒറ്റ പോയിന്റിലേ ഉള്ളൂ, അത് ആധ്യാത്മികതയിൽ മാത്രമാണ്. അത് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്ക് കൃത്യമായി മനസ്സിലായത് 2018 സ്ത്രീ പ്രവേശന വിഷയത്തിലാണ്. അന്ന് വിചാരിച്ചു സുപ്രീം കോടതി പറഞ്ഞ എന്താ, പെണ്ണുങ്ങൾ അവിടെ കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞത്, പോകാൻ താല്പര്യമുള്ളവർ വന്നാൽ തടയണ്ട എന്നുള്ളതാണ് പറഞ്ഞത് വിധിയിൽ. അല്ലാതെ ചാക്കി കെട്ടി അവിടെ കൊണ്ടുപോകാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വിശ്വാസികളായ ഒറ്റ സ്ത്രീകളും അതിന് തയ്യാറായി വന്നില്ല. എനിക്ക് ശബരിമല പോകണം, അല്ലെങ്കിൽ ഞാൻ 50 വയസ്സിന് മുമ്പ് പോയിരിക്കും എന്ന് ആരും പറഞ്ഞില്ല, ആരും മുന്നോട്ട് വന്നില്ല. ഈ സാഹചര്യത്തിൽ മനഃപൂർവ്വം 2 ആക്ടിവിസ്റ്റുകളെ ചാക്കി കെട്ടി രാത്രിയുടെ മറവിൽ ശബരിമല കൊണ്ടുവന്ന് അവിടെ ആചാര ലംഘനം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ വിചാരിച്ചതെല്ലാം തീർന്നു, ആചാര ലംഘനത്തോടുകൂടി ഇനി ആരും ചോദിക്കില്ല എന്ന് വെച്ചു. പക്ഷേ അവിടെയാണ് ഈ യഥാർത്ഥ ഭക്തൻ്റെ മനസ്സ് മുറിഞ്ഞത്. അതിൻ്റെ ഏറ്റവും വലിയ റിയാക്ഷനാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആബാലവൃദ്ധം ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങി, സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായത് ഈ ആധ്യാത്മികത എന്ന് പറയുന്നതും അയ്യപ്പൻ എന്ന് പറയുന്നതും ജനങ്ങളുടെ ഒരു വികാരമാണ്. ആ വികാരത്തിൽ തൊട്ടപ്പോൾ, അതിന് കൃത്യമായി അവർക്ക് മുറിവേറ്റപ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ടായി. അവിടെ മുതലാണ് കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയെങ്കിലും ഇതിനെ തകർക്കണം, ആധ്യാത്മികതയെ ഇല്ലാതാക്കണം, ക്ഷേത്രങ്ങളെ നശിപ്പിക്കണം, ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ വരില്ലല്ലോ. പിന്നെ ക്ഷേത്രത്തിന് ചൈതന്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത് എന്താ, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനാണ്. ഇപ്പോൾ ആറ്റുകാലിൽ ഇവിടുന്ന് എത്രയോ ദൂരങ്ങളിൽ നിന്ന് ആൾക്കാർ പൊങ്കാലയിടാൻ വരുന്നത് എന്താ, എല്ലാ വർഷങ്ങളിലും കൃത്യമായ ദിവസങ്ങളിൽ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ ഒരു വർഷത്തേക്ക് അവരുടെ ഉള്ളിലേക്ക് വരുന്ന ആ പോസിറ്റീവ് എനർജിയാണ്. ആ എനർജി ഇല്ലാതായ വരുമോ? ശബരിമലയിൽ വ്രതമെടുത്ത് പോകുന്നതിനാണ്. അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസാക്ഷാത്കാരമാണ്. ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ശബരിമലയിൽ പോകുന്നത്. അതില്ലാതായാൽ ശബരിമലയോ ഇനിയും കഷ്ടപ്പെട്ട് ഇവിടുന്ന് വ്രതം എടുത്ത് പിന്നെ ഇവിടുന്ന് ഇത്രയും പൈസയും മുടക്കി വണ്ടിക്കൂലിയും വള്ളക്കൂലിയും കൊടുത്ത് അവിടെ പോയി അവിടുന്ന് ഈ മലയും കയറി എന്തിനാ അത് വേണ്ടാന്ന് തോന്നുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ, പ്രത്യേകിച്ചും ഭക്തജനങ്ങളെ അകറ്റുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അജണ്ട എന്ന് തോന്നുന്നു എനിക്ക്. അവരുടെ പല പ്രവൃത്തികളും കാണുമ്പോൾ സത്യത്തിൽ അത് വിഷമം തോന്നുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ അത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ലേ ഉള്ളൂ, മറ്റ് മതങ്ങൾക്ക് ഒന്നുമില്ലല്ലോ. അവരുടെ ചടങ്ങുകളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ കാര്യത്തിൽ ചെയ്യുന്നില്ല? ഇപ്പം നാട്ടുകാരുടെ കാര്യമായാലും ശരി, ശബരിമലയുടെ കാര്യമായാലും ശരി, പല സ്ഥലത്തും ഈ അനുഭവമാണുള്ളത്. ഇത് മനസ്സിലാക്കേണ്ടത് ആരാണ്? യഥാർത്ഥ ഹിന്ദുക്കളാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു നാമധാരികളെ അല്ല ഉദ്ദേശിച്ചത്. യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസികളായ, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ഞാൻ ഭാരതീയനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ. അത് ഏത് മതത്തിൽപ്പെട്ടവരും ആവാം. ഭാരതത്തിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാവരും, ഭാരതത്തെ വിശ്വസിക്കുന്ന, എൻ്റെ രാജ്യമാണ് ഭാരതം എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പക്ഷേ ആ രീതിയിലല്ലാതെ ഹിന്ദു നാമധാരികളായിട്ടുള്ളവരെ ഹിന്ദുക്കളെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഭാരതത്തിൽ വിശ്വസിക്കുന്ന ഏത് മതസ്ഥരെയും ഹിന്ദുക്കളെന്ന് കരുതാം. തീർച്ചയായിട്ടും കരുതാം. കാരണം മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ആയാലും ക്രിസ്ത്യാനികളായാലും അവരിൽ എത്രയോ വിശ്വാസികളുണ്ട്. അപ്പം അവരുടെ മതങ്ങളെ ഒരിക്കലും വിശ്വസിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. കാര്യം ഏത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് മുസ്ലിങ്ങളെയാണ്. കാര്യം അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്, അവരുടെ നോമ്പ് കൃത്യമായി പാലിക്കുന്നുണ്ട്, അവരുടെ നിസ്കാരം കൃത്യമായിട്ട് അവർ നിസ്കരിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്നവർ കൃത്യമാണ്. അതെന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ട് 40 ദിവസം മണ്ഡലവ്രതം എടുക്കാൻ പറ്റുന്നില്ല? കൃത്യമായിട്ട് 1 മാസം റമദാൻ നോമ്പെടുക്കാൻ മുസ്ലിങ്ങൾക്ക് പറ്റുമെങ്കിൽ
അല്ലെങ്കിൽ ഈസ്റ്ററിന് മുമ്പായിട്ട് 40 ദിവസം വ്രതമെടുക്കാൻ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു 40 ദിവസം മണ്ഡല വ്രതം എടുത്തുകൂടാ? അത് ചെയ്യേണ്ട, അത് അവരെയല്ല കുറ്റം പറയേണ്ടത്, നമ്മളെയാണ് കുറ്റം പറയേണ്ടത്. നമ്മളാണിത് മനസ്സിലാക്കാത്തത്. അവരെ കണ്ടെങ്കിലും പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ കുട്ടികൾ, എത്ര കുട്ടികൾ നമ്മുടെ പുരാണങ്ങളെ പറ്റി മനസ്സിലാക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കും? പക്ഷെ അവരെ കണ്ടുപഠിക്കൂ. അവർ കൃത്യമായിട്ട് അവരുടെ സൺഡേ സ്കൂളുകളിൽ കുട്ടികളെ അയക്കുന്നു, അവരുടെ മതം അവർ കൃത്യമായി പഠിക്കുന്നു, അവരുടെ ആചാരങ്ങൾ അവർ പഠിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മദ്രസകളിൽ കൊച്ചു കുട്ടികളെ നമ്മൾ പലപ്പോഴും രാവിലെ യാത്ര ചെയ്യുമ്പോൾ അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും മുതിർന്ന ആൾക്കാർ ഈ കുട്ടികളെയും കൈയും പിടിച്ച് രാവിലെ 6:30 മണി 7 മണിക്ക് മദ്രസയിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ അവരും മതം പഠിക്കുന്നുണ്ട്, അവരവരുടെ സംസ്കാരം പഠിക്കുന്നുണ്ട്, അവരുടെ ജീവിതചര്യ പഠിക്കുന്നുണ്ട്. ഇത് നമുക്കെന്തുകൊണ്ട്, ഹിന്ദുക്കൾ എന്തുകൊണ്ടാവുന്നില്ല? അപ്പോൾ ഞാനിതിൽ അവരെ ഒരിക്കലും മറ്റു മതസ്ഥരെ കുറ്റം പറയില്ല, ഹിന്ദുക്കളെയാണ് കുറ്റം പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അവരെ കണ്ടുപഠിക്കണം? അവർ ചെയ്യുന്നെങ്കിലും നമുക്ക് അടുത്ത തലമുറയെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമില്ലേ, ആ സംസ്കാരത്തിലേക്ക് അവരെ കൊണ്ടുവരണ്ടേ? അതിന് നമ്മളല്ലേ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഹിന്ദുക്കൾ മാത്രം മതി എന്നുള്ളൊരു ചിന്തയും ഒരു പ്രവൃത്തി ഒന്നുമില്ല. ആർക്ക്? അതാണ് ചില വിമർശനങ്ങൾ ഉയരുന്നത്. ഹിന്ദുക്കളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വേണ്ട, മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോട്ടെ എന്നുള്ള വിമർശനങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലുമില്ല, ഒരിക്കലും പറയാൻ പാടില്ല. കാരണം എല്ലാം നമ്മൾ സഹോദരങ്ങളാണ്. നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ, പല രീതിയിലും പല വിശ്വാസങ്ങളുണ്ട്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നമുക്ക് പോകണം. ഇപ്പം നമ്മൾ പേട്ടയിൽ നിന്നാണ് പോകണമെങ്കിൽ വഴി ഒന്നാണ്. ഇനി അതല്ല നമ്മൾ പട്ടത്തു നിന്നാണ് വരുന്നത് വേറൊരു വഴിയാണ്. അതല്ല ഇനി കവടിയാറിൽ നിന്നാണ് വരുന്നത് വേറൊരു വഴിയാണ്. ഇനി കരമന ഭാഗത്ത് നിന്ന് വരുമ്പോൾ വേറൊരു വഴിയാണ്. ഈ എല്ലാ വഴികളും എത്തുന്നത് എവിടെയാണ്? സെക്രട്ടേറിയറ്റ് ആണല്ലോ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. അപ്പം ഈശ്വരീയതയിലേക്ക് എത്തുന്ന ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണ്, ഒറ്റ ഈശ്വരനാണ്. അവിടെ എത്തുന്ന പല വഴികളാണ്. ഇപ്പം ഹിന്ദുക്കൾ അവരിപ്പം ശിവനിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിഷ്ണുവിൽ വിശ്വസിക്കുന്നവരുണ്ട്, ദേവിയിൽ വിശ്വസിക്കുന്നവരുണ്ട്, പല പല രീതിയിൽ വിശ്വസിക്കുന്നവരുണ്ട്. അതുപോലെ മുസ്ലിങ്ങൾ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അതുപോലെ ക്രിസ്ത്യാനികൾ അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഇതെല്ലാം ഒറ്റയിലേക്കാണ് ചെല്ലുന്നത്. മനുഷ്യനാണ്, അല്ലാതെ ഇതിൽ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ കാണേണ്ട കാര്യമില്ല. ഒരിക്കലും കാണാൻ പാടില്ല. മനുഷ്യത്വമാണ് വലുത്. തീർച്ചയായിട്ടും മനുഷ്യത്വമാണ് വലുത്. മനുഷ്യനെ മനുഷ്യനായി കാണുക, എല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ കാണുക. അതാണല്ലോ വസുദൈവ കുടുംബകം എന്ന് പറയുന്നത്. ഹിന്ദുക്കൾ പറയുന്നത് എന്താ? വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ മനുഷ്യ മാത്രമല്ല, അതിനകത്ത് പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ചേരുന്ന പ്രകൃതിയാണ് വസുദൈവ കുടുംബകം. അതിനകത്ത് എല്ലാവരും വരികയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, വ്യത്യാസം ഒന്നുമില്ല. എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് വസുദൈവ കുടുംബകം. അതാണ് ഹിന്ദുക്കൾ മുന്നിൽ വയ്ക്കുന്ന കാര്യം. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മാത്രമല്ല, ഹിന്ദുക്കളല്ലേ പറയുന്നുള്ളൂ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹിന്ദു സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നില്ലല്ലോ, അല്ലെ ഭാരത സംസ്ഥ സുഖിനോ ഭവൻ എന്ന് പറയുന്നില്ലല്ലോ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകത്തെ എല്ലാവർക്കും, മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷിലതാദികൾക്കും വൃക്ഷലതാദികൾക്കും എല്ലാവർക്കും സൗഖ്യം ഉണ്ടാവണം. അതാണ് ആ സങ്കല്പം. അപ്പോൾ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, രാഷ്ട്രീയ വിരോധം കൊണ്ട് യോഗി മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത് നടന്നതുകൊണ്ട് കുംഭമേളയുടെ നല്ല വശങ്ങൾ, അല്ലെങ്കിൽ കുംഭമേളയുടെ ആ സംഘാടന മികവ്, അതിൽ നിന്നും ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പാക്കിയ പദ്ധതികൾ, ആ സംസ്ഥാനത്തെ ജനങ്ങളും ഉണ്ടാക്കിയ വരുമാനം, ഇവയൊക്കെ കണ്ട് പഠിക്കുകയാണ്. അതിൻ്റെ നല്ല വശങ്ങൾ നമുക്കും പകർത്തുകയാണ് വേണ്ടത്. അല്ലാതെ കണ്ണടച്ച് ഇരുട്ടാക്കുകയല്ല നമ്മൾ ഇവിടെയുള്ളവർ ചെയ്യേണ്ടത്, അല്ലേ? അല്ല, എവിടെ നല്ലത് കണ്ടോ അതിനെ നമ്മൾ പകർത്തുകയാണ് വേണ്ടത്. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ പറയില്ലേ, ഈ ചീത്ത നെഗറ്റീവിനെ നമ്മൾ മാറ്റുക. എവിടുന്ന് പോസിറ്റീവ് എനർജി കിട്ടുമോ, അത് എവിടുന്നായാലും ശരി, അതിനെ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുംഭമേളയിൽ പോയ ആൾക്കാർ, അവരോട് ചോദിക്കുക അവരുടെ അനുഭവം എന്താണെന്ന്. ഇപ്പം നമുക്ക് ഇവിടുന്ന് വിവരിക്കാൻ പറ്റില്ല, കാരണം അവിടെ പോയി അനുഭവിച്ചാലേ ആ കൃത്യമായ രീതിയിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പോയവർക്ക് അറിയാൻ പറ്റും അവർക്ക് കിട്ടിയ ഭാഗ്യം. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് പലരും കണ്ടത്. കാരണം ഈ ഒരു ജന്മത്തിൽ ഇനി കിട്ടുന്നില്ലല്ലോ, ഇനി നമുക്ക് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചാൽ തന്നെയും നടക്കില്ലല്ലോ. മാത്രമല്ല, കുംഭമേള കഴിഞ്ഞിട്ട് 2-3 ദിവസത്തിനുള്ളിൽ അവിടെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. അതെ, കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. ദിവസവും അവിടുത്തെ ക്ലീനിങ് പ്രോസസ്സിനെ കുറിച്ചൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ വളരെ ആശ്ചര്യകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് എല്ലാ ദിവസവും എല്ലാ മിനിറ്റിലും അവിടെ ഒരു പൂ പോലും അവിടെ വീണ് കിടക്കില്ല, അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുന്നു. ഒരു ഫൗൾ സ്മെൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. വെള്ളം ഒരു ഫൗൾ സ്മെൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. വെള്ളം അണുമുക്തമാക്കുന്നതിനുള്ള നടപടികൾ, വെള്ളമാണെങ്കിൽ ശരി, സ്ഥലങ്ങളാണെങ്കിൽ ശരി, ഞാൻ പറഞ്ഞിട്ടു എല്ലാം ഈ ടോയ്ലറ്റാണ്. ഒരാൾ പോലും വഴിയിൽ നിന്ന് വിസർജിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അതിനുള്ള സൗകര്യം ഉണ്ട് അവിടെ ഉണ്ട്. ഇപ്പൊ മനുഷ്യന് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യം ഇല്ലാതെ വരുമ്പോഴാണല്ലോ, ശബരിമലയിൽ നിങ്ങൾ പോയി നോക്കും,
ശബരിമലയിൽ മല കയറുമ്പോൾ പല സ്ഥലത്തും ആൾക്കാർ വഴി നിന്ന് സാധിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? വേണ്ട സൗകര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുമല്ലോ. അപ്പോൾ അഥവാ ഇനി അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് തുറന്ന് കയറാൻ പറ്റില്ല, അത്ര നാറ്റമായിരിക്കും. അതും വേണ്ട രീതിയിൽ കൃത്യമായിട്ട് ക്ലീനിങ് ചെയ്യാത്തുണ്ടല്ലേ, അതിനെല്ലാം കൃത്യമായിട്ട് വ്യവസ്ഥ ചെയ്യാത്തുണ്ടല്ലേ. എന്തുകൊണ്ട് അത് കുംഭമേളയിൽ ഉണ്ടായില്ല? അവിടെ ഈ ടോയ്ലറ്റ് വഴിനീളമുണ്ടല്ലോ, അതുവഴി ആൾക്കാർ പോകുന്നു. ആൾക്കാർ മൂക്കും പൊത്തിക്കൊണ്ട് പോയിട്ടില്ല ആരും. തീർച്ചയായിട്ടും എന്തായാലും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചത്. നമസ്കാരം, സന്തോഷം. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.